സുഹൃത്തുക്കളെ, നാസ്തിക മോർച്ചക്കാർ, പ്രത്യേകിച്ചിട്ടും രവിചന്ദ്രനെ പോലെയുള്ള ആളുകൾ പറയുന്ന ചില വാദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ടണലിൻ്റെ അടിയിൽ ഒളിക്കുന്നതാണ് വീരത്വമെങ്കിൽ ഈ ഫൈറ്റർ ജെറ്റ്സ്, അണുബോംബ് നിർമ്മാണം, അത്യാധുനിക ആയുധങ്ങൾ, അമേരിക്കൻ ബോംബുകൾ, ഇതൊക്കെ ഇവർ ഗ്രൗണ്ടിലേക്ക് വാടാ എന്ന് പറഞ്ഞിട്ടാണോ ചെയ്യുന്നതല്ലോ. സ്റ്റെൽത്ത് ജെറ്റുകൾ, അതായത് ചാരവിമാനങ്ങൾ, ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിൽ അത്രയും ഉയരത്തിൽ പോയിട്ടാണ് ഈ വമ്പൻ ബോംബുകൾ വർഷിക്കുന്നത്. ഇവിടെ തെരുവിൽ നിവാദം പറഞ്ഞിട്ട് ഏതൊരു പടത്തിൽ വിജയൊക്കെ ചെയ്യുന്നത് പോലെ വിലങ്ങ കഴിച്ച് 10 ആൾക്കാരുടെ സഹായമൊന്നുമില്ലാതെ ഒറ്റക്കൊറ്റക്ക് വാടാ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതല്ലോ. ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? ഇപ്പം നെതന്യാഹു നല്ല സെക്യൂരിറ്റി അകത്താണ് നെതന്യാഹു കിടക്കുന്നത്. ഇസ്രായേലികൾ മൊത്തം ബങ്കറാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാളമല്ല. എന്തുകൊണ്ട് ഹമാസിന് മാത്രം എന്താണ് ഈ മാളത്തിൻ്റെ പ്രശ്നം? ഈ ശരികൾ എന്ന് പറയുമ്പോൾ, ശരിയും തെറ്റും ഒക്കെ പറയുമ്പോൾ, ആ ശരിയും തെറ്റും ചെയ്യാനുള്ള ആഡംബരം അയാൾക്കുണ്ടോ എന്നും കൂടി ചിന്തിക്കണം. ഈ ശരിയും തെറ്റുകളൊക്കെ ആൾക്കനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും. നിങ്ങളെ ഒരാൾ തടവിലിട്ട് പീഡിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അയാൾക്ക് വിഷം കലക്കി കൊടുക്കാം. നമ്മളൊരു ബഫയിൽ പോവുകയാണെങ്കിൽ ഇവിടെ പല ഫുഡുകളുണ്ടാവും, അതിൽ ഏത് എടുത്ത് കഴിക്കണം എന്നുള്ള ചോയ്സാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു ദരിദ്രൻ, അവന് ചിലപ്പോൾ ഈ റേഷൻ കിട്ടുന്ന കഞ്ഞി മാത്രമേ കുടിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ അവനോട് നീ എന്തുകൊണ്ട് ബിരിയാണി കഴിച്ചില്ല എന്ന് ചോദിക്കരുത്. അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് ചിക്കൻ ഫ്രൈ കഴിച്ചില്ല, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് ഗോബി മഞ്ചൂരിയൻ കഴിച്ചില്ല എന്ന് അവനോട് ചോദിക്കാൻ പറ്റില്ല. കാരണം അവനതിനുള്ള ആഡംബരമോ ആവതോ ഇല്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ചാവേർ ആക്രമണം, ഇതൊക്കെ തെറ്റാണെന്ന് ചോദിച്ചാൽ, അമേരിക്ക ലോകത്ത് അവരുടെ അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ട് ലോകത്തെ ആക്രമിക്കുന്നു. അപ്പം അതിന് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും അമേരിക്കയെ? ചാവേർ ആക്രമണമേ നിവർത്തിയുള്ളൂ. ഒരുപാട് ദൂരം ഇപ്പുറത്തുള്ള മിഡിൽ ഈസ്റ്റിൽ അമേരിക്കക്ക് എന്താണ് കാര്യമെന്ന് മിഡിൽ ഈസ്റ്റുകാർ ചോദിച്ചാൽ അമേരിക്കക്ക് എന്ത് പറയാൻ കഴിയും? അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് മിഡിൽ ഈസ്റ്റിനെ ഉപയോഗിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ചിലപ്പോൾ പ്രതികരിച്ചെന്ന് വരും. അമേരിക്കൻ പാവകളെ മിഡിൽ ഈസ്റ്റ് ഭരിക്കാൻ ഏൽപ്പിച്ചാൽ അവിടെയുള്ള ആളുകൾ ചിലപ്പോൾ പ്രതികരിച്ചെന്ന് വരും. ഗാസക്കാർ എവിടെ ജോലി ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഗാസക്കാരാണ് തീരുമാനിക്കേണ്ടത്. എന്നോട് പലരും നിന്നെ NIA കൊണ്ട് പിടിപ്പിക്കും, പാകിസ്ഥാനിലോട്ട് കൊണ്ടുപോയി തള്ളുമെന്നൊക്കെ പറയുന്നുണ്ട്. അവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മംഗൽപ്പാടി പഞ്ചായത്തിൽ ഷിറയ എന്നുള്ള ഗ്രാമത്തിൽ ജീവിക്കുന്നവരാണ്. ഞാൻ എവിടെ പോകണം, എവിടെ പോകണ്ട എന്നൊക്കെ എൻ്റെ തീരുമാനമാണ്. അല്ലാതെ മറ്റുള്ളവർ എന്നോട് അത് പറയരുത്, അത് തെറ്റാണ്. ഞാൻ എന്ത് ചെയ്യണം, എന്ത് വിശ്വസിക്കണം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്തിടത്തോളം കാലം എന്നോട് അത് പറയാൻ നിങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല. നോർത്ത് ഇന്ത്യക്കാർ അല്ലെങ്കിൽ വേറൊരു ജില്ലക്കാർ എന്നോട് വന്നിട്ട് അത് പറയുമ്പോൾ പ്രശ്നമാണ്. അപ്പം എന്നെയും കൂടി ഉൾപ്പെടുത്തി എൻ്റെയും കൂടി താല്പര്യങ്ങൾ അറിഞ്ഞ് പരസ്പരം അംഗീകരിച്ച് ഒരു കരാറിലെത്തി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ പ്രശ്നമില്ലാതെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുക. കാരണം എനിക്ക് ഷിറയിൽ മാത്രം ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ചിലപ്പോൾ പുറത്ത് പോകേണ്ടി വരും, കാസർഗോഡ് ജില്ലയോട്ട് വേറെ ജില്ലയിൽ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവിടെ റോഡുകൾ വേണം, മറ്റുള്ള സാഹചര്യങ്ങൾ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റു ജില്ലക്കാരുമായിട്ട് ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തും. ഇതേപോലെ സ്റ്റേറ്റ് രാജ്യങ്ങൾ അങ്ങനെയാണ്. അല്ലാതെ ഇവിടെ ഹിന്ദുക്കൾ നീ ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞാൽ എന്നോട് വരാൻ പറ്റില്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾ മറ്റവനോട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്ന് പറയാൻ പാടില്ല. അത് തെറ്റാണ്. അതാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം. മറ്റുള്ളവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. അതുതന്നെയാണ് ഇപ്പോൾ സ്ത്രീകൾ പർദ്ദ ധരിക്കണം, അവരിഷ്ടത്തോടെ പർദ്ദ ധരിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ മുഖം മറക്കരുത്. കാരണം മുഖം ഒരു ഐഡന്റിറ്റിയാണ്. ആ മുഖം മറിച്ചിട്ട് പലരും വൃത്തികേടുകൾ ചെയ്യും. മറ്റുള്ളത് ഒരു പ്രശ്നമേ അല്ല. തീർച്ചയായിട്ടും ഇപ്പോൾ പർദ്ദ അധികരിച്ചിട്ടുണ്ട്, കുറിയും സിന്ദൂരം അധികരിച്ചിട്ടുണ്ട്. കുറെ കാലം മുന്നേ അരക്കുമേലെ ഡ്രസ്സ് ധരിക്കുന്ന ആൾക്കാർ കുറവായിരുന്നു, ഇന്നെല്ലാവരും ധരിക്കുന്നില്ലേ? അപ്പോൾ കാലത്തിനനുസരിച്ച് മാറും. ശരിയാണ്. ഇപ്പോൾ ഗൾഫ് ഒക്കെ വന്നതിന് ശേഷം അവിടെ ജോലി ചെയ്യാൻ പോയി, അവിടുത്തെ സംസ്കാരങ്ങളൊക്കെ കേരളത്തിലോട്ട് കെട്ടിയിറക്കി. അതിനൊക്കെ അത് സോൾവ് ചെയ്യാനാണ് നമ്മളിവിടെ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നത്. അതിനിടയിൽ പാകിസ്ഥാനിൽ പോടാം, മറ്റേത് പോടാന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നമാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഗാസക്കാർ തൊഴിൽ ചെയ്യാതെ ഇറക്കുന്നു. ഗാസക്കാർക്ക് എന്തുകൊണ്ടാണ് തൊഴിൽ ചെയ്യാൻ പറ്റാതിരിക്കുന്നത്? ഈ ഇസ്രായേൽ 4 ഭാഗത്തു നിന്നും കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ്. ഗാസയിൽ സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ജയിലിൽ സ്വാതന്ത്ര്യമില്ലേ? ഒരാളെ വീട്ടിൽ തടങ്കലിലാക്കി വീട്ടിൻ്റെ അകത്ത് സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. പക്ഷെ പുറത്തിറങ്ങാൻ പറ്റില്ല. അയാൾക്കൊരു കോഴി വാങ്ങാൻ പുറത്തിറങ്ങാൻ പറ്റില്ല. അതേപോലെ ഗാസക്കാർക്ക് അവിടെ കടലുണ്ട്, പക്ഷേ അവിടെ പോർട്ട് തുടങ്ങാൻ പറ്റില്ല, എയർപോർട്ട് തുടങ്ങാൻ പറ്റില്ല. ഗാസക്കകത്ത് എന്തൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ടെന്നൊക്കെ ഇസ്രായേലിനെ അറിയണം. അവിടെ എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ ഇസ്രായേലിൻ്റെ പെർമിഷൻ വേണം. അതെങ്ങനെ ശരിയാവും? അതൊരു പ്രശ്നമല്ലേ? അതുകൊണ്ടാണ് അവർക്കൊരു നഷ്ടപരിഹാരമായിട്ട് സംഭാവന കൊടുക്കുന്നത്. അത് ലോകത്തിൻ്റെ നിസ്സഹായത കാരണം അവർ കൊടുക്കുകയാണ്. അത് ഗസക്കാരോട് ചെയ്യുന്ന നന്മൊന്നുമല്ല.
നമ്മൾ അവരോട് ചെയ്യുന്ന അനീതിക്ക് നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കണം, അത്രേ ഉള്ളൂ. കുറച്ചായിട്ട് ഇങ്ങനെ അധിനിവേശം നടത്തി അവിടെ ആൾക്കാരെ പുതിയ ആൾക്കാരെ അധിവസിപ്പിച്ച് പുതിയ കുടിയേറ്റ ഗ്രാമങ്ങൾ ഉണ്ടാക്കി, കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കി, അതിങ്ങനെ പതുക്കെ ഇസ്രായേലിൽ കൂട്ടിച്ചേർക്കാണ്. രവിചന്ദ്രൻ ഒരു ഉളുപ്പില്ലാതെ പറയാണ് ട്രംപ് വന്നു കഴിഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിലോട്ട് ചേർക്കാൻ അനുമതി കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് സമാധാനപരമായി പോകുന്നതിൻ്റെ ഒരു അവസ്ഥ. എല്ലാവരും ഇസ്രായേൽ പറയുന്നത് നിങ്ങൾ കേട്ടോളുക, ഇസ്രായേൽ അനുസരിച്ച് ജീവിക്കുക. അത് ശരിയല്ലല്ലോ. തീർച്ചയായിട്ടും ഇസ്രായേലികളാണ് സൂപ്പർ, മറ്റുള്ളവരൊക്കെ അവരുടെ കീഴിലാണ് വരുന്നത്, രണ്ടാം തരം പൗരന്മാരാണ് എന്നൊക്കെയുള്ള അന്ധവിശ്വാസമുണ്ട്. ഇത് അന്ധവിശ്വാസം ഖുറാനിലുണ്ട്. ഖുറാനിൽ ഇസ്രായേലികൾക്ക് എന്തോ പ്രാധാന്യമുണ്ടെന്നൊക്കെ ഖുറാനിലുണ്ട്. അത് മുസ്ലിങ്ങളുടെ ഒരു ഭ്രാന്ത്. ഇതിന് അവരുടെ നിസ്കാരത്തിൽ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് അലാ മുഹമ്മദിൻ കമാ ബാറക്ത അലി ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിമ എന്നുള്ള ഇതുണ്ട്. ഇബ്രാഹിമിനും കുടുംബക്കാർക്കും ഐശ്വര്യം ചെയ്തതുപോലെ മുഹമ്മദിനും കുടുംബക്കാർക്കും ഐശ്വര്യം ചെയ്യണമെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ഇബ്രാഹിമിനും കുടുംബക്കാർക്കും ഐശ്വര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് അർത്ഥം. ആ ഐശ്വര്യമാണ് ഇപ്പോൾ കാണുന്നത്, അത് വേറെ കാര്യം. ഇതൊക്കെ മലയാളികളായ അല്ലെങ്കിൽ അറബികളല്ലാത്ത ഇബ്രാഹിമിൻ്റെ കുടുംബക്കാരല്ലാത്ത ആളുകൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടാം തരം സിറ്റിസനായിട്ട് സ്വയം അംഗീകരിക്കുകയാണ് ചെയ്തത്. അത് തെറ്റാണ്. അത് മതപരമായ അന്ധവിശ്വാസം. മസ്ജിദുൽ അഖ്സ മുസ്ലിങ്ങൾക്ക് വേണം, മുസ്ലിങ്ങൾ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് ജൂതന്മാർ കിടക്കുന്നു. പാലസ്തീൻ അതോറിറ്റി, എൻ്റെ അറിവിൽ പാലസ്തീൻ അതോറിറ്റി ഒരു മതേതര രാഷ്ട്രത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ അവസ്ഥ ഇതാണ്. ഇസ്രായേൽ സമാധാനപരമായിട്ട് ഇസ്രായേലിലോട്ട് കൂട്ടിച്ചേർക്കുകയാണ്. ഇസ്രായേലിൻ്റെ മോഹം എന്ന് പറയുന്നത് അധിനിവേശമാണ്. രവിചന്ദ്രൻ പറയുന്നുണ്ട് ഇവർ ഈജിപ്തിൽ നിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ ജോർദാനിൽ നിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ ജോർദാൻ അവിടെ രാജ്യം കൊടുത്തില്ലേ, ഈജിപ്തിൻ്റെ രാജ്യം കൊടുത്തില്ലേ, ഇവർക്ക് ഇവർ രാജ്യം കൊടുത്തില്ലേ. ഇപ്പം നാളെ പറയാണ് കാസർഗോഡ് ഹിന്ദുക്കൾക്ക്, മലപ്പുറം മുസ്ലിങ്ങൾക്ക്, കണ്ണൂർ ക്രിസ്ത്യാനികൾക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് കൊടുക്കെടുത്തിട്ട് മലപ്പുറത്ത് പോകണോ? മലപ്പുറത്ത് കുറച്ച് മുസ്ലിങ്ങൾ കൂടുതലുണ്ടായെന്ന് വിചാരിച്ചിട്ട് ഞാനെന്ത് പഴിച്ചു? എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? പാലസ്തീൻ ഗാസയിലുള്ള ആളുകൾ എവിടെയുള്ളവരായിരുന്നു എന്നൊക്കെ ചിന്തിക്കണം. പിന്നെ ഈ പാലസ്തീൻ സ്റ്റേറ്റിനെ ഇസ്രായേൽ തന്നെ എതിർക്കുന്നതിന് കാരണം ഒരുപാടുണ്ട് അത്രേ. ഒന്നാമത് പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോകത്തുള്ള അഭയാർത്ഥികൾ, പാലസ്തീൻ അഭയാർത്ഥികളൊക്കെ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് അവിടെ താമസിക്കും. അത് പിന്നെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറും. ഇനി മതേതര രാഷ്ട്രമുണ്ടാക്കിയാൽ ഇസ്രായേൽ മാറ്റി, ഇസ്രായേൽ ഒരു കുടുംബ രാജ്യമാണ്, ഇസ്രായേൽ വേണ്ട. പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു മതത്തിനും പ്രാമുഖ്യമില്ലാത്ത ഒരു നാട്ടിൻ്റെ പേരാണ്. ഇപ്പോൾ കേരള എന്ന് പറയുമ്പോൾ അതിനൊരു മതത്തിൻ്റെ ഇതില്ല, ജാതിയുടെ ഇതില്ല. പക്ഷെ നായർ സ്ഥാനം എന്നാക്കിയാൽ അത് പ്രശ്നമാണ്. കേരളത്തിന് ഒരു നായർ സ്ഥാനം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജാതിക്കാരും മതക്കാരും ഒക്കെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാൻ എന്ന് കേരളത്തിൻ്റെ പേരിട്ട പ്രശ്നമല്ലേ, അല്ലെങ്കിൽ ഇസ്ലാമിസ്ഥാൻ എന്ന് കേരളത്തിൻ്റെ പേരിട്ട പ്രശ്നമാണ്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ പേരാണ്. അപ്പോൾ പാലസ്തീൻ, മതേതരമായൊരു പാലസ്തീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് പ്രശ്നമാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. കാരണം ഈ പുറത്തുപോയ പാലസ്തീനികളൊക്കെ തിരിച്ചു വരും, അത് മുസ്ലിം മെജോറിറ്റിക്ക് കാരണമാകും, അതൊരു പ്രശ്നമെന്ന് പറയുന്നു. പിന്നെ സെക്യൂരിറ്റി പ്രശ്നം, ഈ തെല്ലവീവും ഇതൊക്കെ വെസ്റ്റ് ബാങ്കിന് അടുത്താണ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇസ്രായേലിൻ്റെ കയ്യിൽ ആറ്റം ബോംബ് ഇരിക്കല്ലേ, പിന്നെ എന്തിനു പേടിക്കാൻ? ഇന്തോനേഷ്യയിലെ ഒരു ദ്വീപിലേക്ക് പാലസ്തീനുകളെ അല്ലെങ്കിൽ ഗസക്കാരൊക്കെ കയറ്റിയാക്കണം. ഇതൊക്കെ എത്രമാത്രം നിരുത്തരവാദപരമായ വർത്തമാനങ്ങളാണ്. ഇവരൊക്കെ എന്ത് മനുഷ്യത്വം പറയുന്നവരാണ്? മനുഷ്യത്വം പോട്ടെ എന്ന് വിചാരിക്കുക. തലച്ചോറുണ്ടോ? ഇതേ സംഖ്യകളൊക്കെ കാശ്മീരി പണ്ഡിറ്റുകളൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ കണ്ണുനീർ പൊഴിക്കാറുണ്ട്. തീർച്ചയായിട്ടും കാശ്മീരി പണ്ഡിറ്റുകളെ അവരുടെ ജന്മനാട്ടിൽ നിന്ന് ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്തുകൊണ്ട് BJP 10 വർഷമായിട്ട് BJP അധികാരത്തിൽ വന്നിട്ട് 10 വർഷം കഴിഞ്ഞു, എന്തുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് പുനരധിവസിപ്പിക്കുന്നില്ല? ആരാണ് ഇവരെ തടയുന്നത്? ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ്. ഞാൻ തീർച്ചയായിട്ടും കാശ്മീരി പണ്ഡിറ്റുകളെ അവരുടെ സ്വദേശത്തേക്ക് അയക്കാൻ അല്ലെങ്കിൽ പോകാനുള്ള സൗകര്യമൊരുക്കാൻ വാദിക്കുന്ന ആളാണ്. അത് കശ്മീരി ആവട്ടെ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഓരോരുത്തർക്കും അവരുടെ ജന്മനാടിനോടും അവരുടെ സ്വദേശത്തോടും എല്ലാം ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അവിടുന്ന് അവരെ എടുത്തിട്ട് വേറെ രാജ്യത്ത് കൊണ്ടുപോവുക, അതൊക്കെ പറയാൻ മറ്റുള്ളവർ ആരാണ്? എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ ആരാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവൻ ഇവിടെ കിടന്നിട്ട് ഇന്തോനേഷ്യയിൽ അയക്കാമെന്ന് പറയാൻ, ഇവൻ ഇവിടെ കേരളത്തിൽ കിടന്നിട്ട് മറ്റുള്ളവർ ഇന്തോനേഷ്യയിലേക്ക് അയക്കണം എന്ന് പറയും. ഇവാര് മതം പറഞ്ഞ് യുദ്ധം നടത്തുന്നത് ഹമാസ് അല്ലേ? അല്ല. ഇസ്രായേലിന് മതപരമായ വിഷയമുണ്ട്. ഇസ്രായേലിന് ടെമ്പിൾ മൗണ്ട് കിട്ടണം. ക്രിസ്ത്യാനികൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമുണ്ട്. കാത്തലിക് ക്രിസ്ത്യാനികൾക്കൊന്നുമല്ല, ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. ഈ പെന്തക്കോസ്ത് സാധനങ്ങളൊക്കെ, നാട്ടിലെ ക്രിസ്ത്യാനികളൊക്കെ ഈ പെന്തക്കോസ്ത് ഫാനുകളാണ്. ഇവന്മാർക്കൊരു ഒരു വിശ്വാസം ഉണ്ട് അത്രേ, യേശു രണ്ടാമത് വരണമെങ്കിൽ ഇസ്രായേൽ അല്ലെങ്കിൽ പാലസ്തീനൊക്കെ ജൂത അധീനതയിൽ വരണം. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ജൂതന്മാരെ യേശു ശരിയാക്കി കളയും. അവസാനത്തെ കാലഘട്ടത്തിൽ അന്ധവിശ്വാസമാണ്. അതേപോലെ തന്നെയാണ് ഈ ജൂതന്മാർ ഒറ്റിക്കൊടുക്കുക, അങ്ങനെ ജൂതന്മാരെ പിന്നാലെ നടന്നിട്ട് കർക്കതിന് മരത്തിൻ്റെ ഒളിച്ചു കിടക്കുന്നതൊക്കെ ഉള്ളത്
അതും എനിക്ക് തോന്നുന്നു യേശുവൊക്കെ വന്നതിന് ശേഷമായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കാന്നാണ് തോന്നുന്നത്. അപ്പം അതും ഒരു മതപരമായ അന്ധവിശ്വാസമാണ്. പിന്നെ യുദ്ധത്തിലെ ശരി തെറ്റുകൾ, ബലാത്സംഗം അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുവരൽ. പാലസ്തീനിൽ കയറി ഗസയിൽ കയറിയിട്ട് ഗസക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നു, വെസ്റ്റ് ബാങ്കിൽ കയറിയിട്ട് വെസ്റ്റ് ബാങ്കുകാരെ ഇസ്രായേൽ പട്ടാളം തട്ടിക്കൊണ്ടുപോകുന്നു, ബന്ദികളാക്കുന്നു. അപ്പം അത് തെറ്റല്ല. ഇസ്രായേലി പട്ടാളം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഇസ്രായേൽ പട്ടാളത്തിൻ്റെ ചെക്കിങ് വേണമെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ആലോചിക്കുക, കാസർഗോഡ് നിന്നും കണ്ണൂരോട്ട് പോകണമെങ്കിൽ ഇവരെ ചെക്കിങ്, അത് പാകിസ്ഥാൻ്റെ ചെക്കിങ്, മിലിറ്ററിയുടെ ചെക്കിങ്. എനിക്ക് ദേഷ്യം പിടിക്കില്ലേ? ഇതിന് നമുക്ക് എയർപോർട്ടിൽ പോകുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കും. അത് വല്ലപ്പോഴും ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യലാണ് പതിവ്. ഇവർ മീൻ വാങ്ങാൻ പോകണമെങ്കിൽ മറ്റുള്ളവൻ്റെ ചെക്കിങ് വേണമെന്ന് പറയുമ്പോൾ എന്ത് തെമ്മാടിത്തരമാണ്. ഒരു ഇസ്രായേലുകാരിക്ക് 60 പാലസ്തീൻ തടവുകാരെയാണ് മോചിപ്പിക്കുന്നത്. അപ്പോൾ രവിചന്ദ്രനൊക്കെ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല, വീണ്ടും പിടിച്ചോണ്ട് പോകുമല്ലോ. അപ്പം ഇത് പറയാൻ ഒരു ഉളുപ്പുമില്ല. മറ്റുള്ളവൻ്റെ പ്രദേശത്ത് കയറിയിട്ട് അവരെ ആൾക്കാരെ പിടിച്ചോണ്ട് പോവുക എന്തിന്? ആരധികാരം നൽകി? ഇപ്പം സമാധാനപരമായിട്ട് നിന്നാൽ വെസ്റ്റ് ബാങ്കിലെ പോലത്തെ അവസ്ഥയാകും. ഇപ്പോൾ അക്രമം നടത്തുന്നതുകൊണ്ട് ഗസയിൽ ഇസ്രായേലി സെറ്റിൽമെൻറ്റ്സ് ഒന്നുമില്ല. ഇപ്പോൾ രണ്ടാമത് ഇത്രയും വലിയ യുദ്ധം നടത്തിയിട്ട് അവർ പിന്മാറുകയാണ്. ഇസ്രായേൽ എന്താ പറഞ്ഞത്? നിങ്ങൾ ഹിംസ ചെയ്യുമെന്നാണ്. ഓക്കെ, ഇവർ അവിടെ പോയിട്ട് 1200 300-400 സിവിലിയൻസ്. പാലസ്തീനിൽ കൊല്ലപ്പെട്ട 60,000-ഓളം പേരിൽ ഭൂരിപക്ഷം പേരും കുട്ടികളും വയോധികരും സ്ത്രീകളുമാണ്. ഇവർക്ക് യുദ്ധവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പഴയ മതപരമായ ആംഗിളിൽ നോക്കുമ്പോൾ ശത്രുപക്ഷത്ത് കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വിജയത്തിന്റെ മാറ്റ് കൂടുന്നുണ്ട്. പക്ഷെ ആധുനിക മൂല്യം അനുസരിച്ച് എതിരാളികളിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ തോൽക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ യുദ്ധത്തോടുകൂടി ഇസ്രായേലിന് മനുഷ്യത്വപരമായ ധാർമ്മികത നഷ്ടമായി. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഗസ നശിപ്പിച്ചു. ചിലരൊക്കെ പറയാറുണ്ട് ഈ ചാവേർ ആക്രമണം, ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് കത്തികുത്തുക, കൊല്ലുക, ഇതൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ? ഈ സിവിലിയൻസ് എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പോൾ ഈ ഇസ്രായേലിനോട് ചോദിക്കുന്നത്, ഈ ഗസക്കാരെ അവരുടെ നാട് മൊത്തം നശിപ്പിച്ചു, അവർ ജീവിതകാലത്തുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ, വീട് എല്ലാം നശിപ്പിച്ചു. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഒരു ആയുസ് കാലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീട് അതൊക്കെ തകർത്തെറിയുക, എന്നിട്ട് നമ്മൾ വല്ല ടെൻറ്റിലും പോയി ജീവിക്കുക. ആ ടെൻറ്റിൽ ജീവിക്കുമ്പോൾ ലൈനിങ്ങനെ നിൽക്കുക, വെള്ളം കിട്ടാനില്ല, അത്രയും ചെളിവെള്ളമൊക്കെ അത്ര അവർ കുടിക്കുന്നത്. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി വലിയ ടെൻ്റ് ഉണ്ടാക്കിയിട്ട് ഏജൻസികൾ ഭക്ഷണം കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ അത്ര മുൻഗണന. അപ്പോൾ അവർ പോയിട്ട് ഭക്ഷണം തീരും. അപ്പോൾ ഈ വിശന്ന് വലഞ്ഞ് കിടക്കുന്ന ഈ യുവാക്കളൊക്കെ അവസാനം വയലൻ്റ് ആവും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയില്ല, ഉണ്ണാൻ വിളിച്ചിട്ട് ഇലയിട്ടിട്ട് അവസാനം ചോറില്ല എന്ന് പറയുന്ന ഒരു രീതി. ഇത്രയും നേരം കാത്തിരുന്ന് അവസാനം ചോറ് കിട്ടാണ്ടാവുക, ഒന്ന് പുറത്തു പോകാൻ, 1-നും 2-നൊക്കെ പോകാൻ ലൈന് നിൽക്കേണ്ടി വരിക, വല്ലാത്ത അവസ്ഥയാണ്. ഇതൊക്കെ മറ്റുള്ളവരോട് ആരാ ചെയ്ത്? ഇസ്രായേലാണ്. പക്ഷേ രവിചന്ദ്രനൊക്കെ പറയുന്നത് ഹമാസുകാരാണ്. അല്ല, അപ്പം ഇതേ ലോജിക്, ഇതേ റാഷണൽ നമുക്ക് തിരിച്ചും പറയാം. ഇസ്രായേൽ ഗസക്കാർ ആക്രമിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് മൗനാനുവാദം നൽകുന്നത് കൊണ്ടാണ് ഹമാസ് എന്ത് ചെയ്യുന്നത്? ഇസ്രായേലിൽ പോയിട്ട് അവിടുത്തെ ആളുകളെ കുത്തിക്കൊല്ലുന്നത്, സിവിലിയൻസിനോട് മോശമായിട്ട് പെരുമാറുന്നത്, വൃത്തികേട് കാണിക്കുന്നത്, വേണമെങ്കിൽ അങ്ങനെയും പറയാം. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ കോടതി ഹമാസിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും യുദ്ധക്കുറ്റവാളികളായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇവർ പറയുന്നു, ബെഞ്ചമിൻ നെതന്യാഹുവിനെ യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിച്ച UN, ഐക്യരാഷ്ട്രസഭ പിരിച്ചുവിടണം, അത് ശരിയല്ല, അവർക്ക് ഫണ്ട് കൊടുക്കരുത്, അമേരിക്ക ചെയ്യുന്നത് നന്നായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് തെറ്റും ശരിയും അളക്കുന്നത് എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പക്ക സംഖ്യകളെ പോലെ പെരുമാറാതെ ഇരിക്കുക. ഇനി പെരുമാറുന്നുണ്ടെങ്കിൽ സംഖ്യയാണെന്ന് പറയും. എന്തിനിങ്ങനെ വീർപ്പുമുട്ടി ജീവിക്കണം? ഞാൻ സംഖ്യയാണെന്ന് പറയാൻ എന്താണ് ഇത്ര പ്രശ്നം? നിങ്ങൾ സിവിലിയൻസിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാബിങ് ആയാലും ശരി, കത്തിക്കുത്തായാലും ശരി, ചാവേർ ആക്രമണമായാലും ശരി, തെറ്റാണ്. അതേപോലെ ഇപ്പുറത്തും നിങ്ങൾ ഫൈറ്റർ ജെറ്റിൽ വന്നാലും മിസൈൽ വിട്ടാലും എല്ലാം നിങ്ങൾ നിരപരാധികളെ കൊന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. പൂത്തികൾ പാതിരാത്രിയല്ലേ മിസൈൽ വിടുന്നത്? സ്കൂളിലേക്ക് വിടും. അപ്പോൾ സൈറൺ മുഴങ്ങും, ആൾക്കാരുടെ ഉറക്കം, അതായത് അഗാധമായ നിദ്രയിൽ 3 മണിക്കൊക്കെ ആയിരിക്കും മിസൈൽ വിടുക. അഗാധമായ നിദ്രയിൽ ഇങ്ങനെ ഞെട്ടി ഇതാകും. പക്ഷെ അതൊരു ഡിസ്റ്റർബൻസ് തന്നെയാണ്. പക്ഷെ അതൊരു പ്രതിഷേധം കൂടിയാണ്. ആൾക്കാർക്ക് ജീവനാപായം ഉണ്ടാകുന്നില്ല. എന്തായാലും മിസൈൽ വിടുന്നവൻ അറിയാലോ, രാത്രി എന്തായാലും സ്കൂളുണ്ടായിരിക്കില്ല. അപ്പം അത് മിസൈൽ വിടുന്നവൻ്റെ കരുതലും പ്രതിഷേധമൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങൾ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ ക്യാമ്പിലും അവിടെ ഇവിടെ ഒക്കെ ഇടും. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്തെങ്കിലും നേട്ടങ്ങളുണ്ടായോ? ഹമാസുകാർ കുറഞ്ഞോ? ബന്ദികൾ തിരിച്ചു കിട്ടിയില്ല. ഇപ്പോൾ കരാറുണ്ടാക്കിയിട്ടാണ് ബന്ദികളെ തിരിച്ചു കൊണ്ടുപോകുന്നത്. ഒരു തീവ്രവാദി ജനിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ 60,000 പേരിൽ
ഹമാസ് 1200 വരെ ആക്രമിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കൊല്ലപ്പെട്ട സൈനികരടക്കം 1600 കുടുംബങ്ങളിൽ നിന്നുള്ള ജൂത തീവ്രവാദികളെ മാത്രമേ ഹമാസ് സൃഷ്ടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇസ്രായേൽ സൃഷ്ടിച്ചത് 60,000-ഓളം വരുന്ന ആളുകളുടെ കുടുംബക്കാരായ തീവ്രവാദികളെയാണ്. അത്രയും തീവ്രവാദികളെയാണ് ഇസ്രായേൽ സൃഷ്ടിച്ചത്. മാത്രമല്ല ഈ ഗസ മുഴുവനും ഏകദേശം മുഴുവനും ബോംബിട്ട് നശിപ്പിച്ചിട്ടുണ്ട്, വീടും ഇതൊക്കെ. അപ്പോൾ അവർക്ക് ഇസ്രായേലിനോട് തോന്നുന്ന വികാരം എന്തായിരിക്കും? അവരെ പട്ടിണി കടത്തിയും നാട് തകർത്തും അവരവിടുന്ന് ഓടിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇന്തോനേഷ്യയിലിട്ട് നാട് കടത്തണമെന്നാണ് രവീന്ദ്രനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. സെയിം സവർണർ എന്ന് പറയുന്ന മന്ദബുദ്ധികളുടെ ലോജിക്ക് അവർക്ക് അറിയുന്നില്ല. ഇരയുടെ കണ്ണിലൂടെ അവർ കാണുന്നില്ല, നോക്കാൻ ശ്രമിക്കുന്നില്ല. അവർ മുകളിൽ നിന്ന് നോക്കുന്നത്. ഹമാസ് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അംഗീകരിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അംഗീകരിച്ച പാലസ്തീൻ അതോറിറ്റിയുടെ അവസ്ഥ എന്താണ്? ഒരു സ്റ്റേറ്റ് പോലും ഇല്ല. അതും ബലമായിട്ട് കീഴടക്കാൻ പോകണമെന്നാണ് പറയുന്നത്. അവിടെയും ഹമാസുകാർ വരും, പലസ്തീൻ അതോറിറ്റി വീട്ട് ഹമാസുകാർ വരും. ഇവന്മാർക്ക് സമാധാനം ആഗ്രഹമില്ലാന്ന് തോന്നുന്നു. ആഗ്രഹമുള്ളവരൊക്കെ അവിടെ ഉണ്ട്. 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്, പാർട്ടിക്കാർ നടക്കുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യുക? മത തീവ്രവാദികൾക്കാണ് എവിടെയും ജനപിന്തുണ കിട്ടുന്നത്. ഇന്ത്യയിലും ഈ പോക്ക് പോവുകയാണെങ്കിൽ എന്തോ ഭാഗ്യം കൊണ്ടാണ് BJPക്ക് 400 സീറ്റ് കിട്ടാതിരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ സ്വാതന്ത്ര്യവും വിശ്വാസവും ഒക്കെ അംഗീകരിച്ച് പരസ്പരം സഹവർത്തിത്വത്തോടെ കഴിയുക എന്നുള്ളതാണ് എല്ലാവർക്കും നല്ലത്. ശക്തി കൊണ്ട് കീഴടക്കാമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ മേലെ കുതിര കയറാമെന്ന് വിചാരിച്ചാൽ അതൊരു പരിഹാരമല്ല. ഗതികേടിന് വേണ്ടി ചെയ്യാം, പക്ഷെ അതൊരു പരിഹാരമല്ല. പരിഹാരമെന്ന് പറയുന്നത് പരസ്പരം അംഗീകരിക്കലും സഹവർത്തിത്വവും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്നതല്ല, ലോകം പറയുന്നതാണ്. ഇസ്രായേലിൻ്റെ ഉറ്റ സുഹൃത്തായ അമേരിക്ക പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.